ഒരാള് സിനിമയിലേക്ക് വരണമെന്ന് സിനിമ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സിനിമയിൽ എത്തും. നമ്മളായിട്ട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സംഗതിയല്ല. ഒരു സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടറാണ് അതിന്റെ കപ്പിത്താൻ, ക്യാപ്റ്റൻ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതൊക്കെ. പക്ഷെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളില്ലെങ്കിൽ ആ സിനിമയില്ല. ഒബ്വിയസ്ലി ചെയ്ത് അതിന്റെ ഡയറക്ടർ നല്ലതാണെന്ന് പറയുന്നു. പലയിടത്തും പല മുഖമാണ് കൊണ്ടുവന്ന കഥയല്ല ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. എത്രയോ കോടി രൂപയാണ് നഷ്ടം എന്ന് ആലോചിക്കണം. പണമുള്ള ആൾക്കാരെ അങ്ങനെ സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷൻ ആണ് തീർച്ചയായിട്ടും. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അവർ രണ്ടുപേരും ഇവിടുന്ന് പോവുകയും ചെയ്തു. ഒരു വ്യക്തി സിനിമയിലേക്ക് വരണമെന്ന് സിനിമ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി എവിടെയാണെങ്കിലും ആ വ്യക്തി എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതാണ് പല നടന്മാരുടെയും ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. നെല്ലറകളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും ഒരു വ്യക്തി സിനിമയിലേക്ക് ചുവടുവെച്ച കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ടോം സാർ, സാറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. സാറേ, ഞാൻ ഈ ഫുൾ പേര് പറയാത്തെന്താന്ന് നോക്കിയോ, ഈ ചിലയിടത്തൊക്കെ ബാക്കിയുള്ള പേരിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതെന്താണ് അങ്ങനെ? ആക്ച്വലി ആദ്യം തോമസ് കോട്ടയ്ക്കകം എന്ന പേരിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2012. അതിനുശേഷം അത്രയും ലെങ്തി ആയിട്ടുള്ള പേര് ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയത്. നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്തും ആർ മാധവൻ ആക്ടറായിരുന്നു നമ്മളെ അനൗൺസ് ചെയ്ത് സ്റ്റേജിലേക്ക് വിളിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് തന്നെ ആൾക്ക് തോമസ് കൊട്ടാക്കാകാം, വാട്ട് ഈസ് ദാറ്റ് മാൻ, അപ്പൊ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് അത് തോമസ് എന്നുള്ളത് മാറ്റി ടോമാക്കി, കുറച്ചുകൂടെ ചെറുതാക്കി. പിന്നീട് തെലുങ്ക് സിനിമ ചെയ്യാൻ പോകുമ്പോൾ അവിടെ വെച്ച് ഇതുപോലെ ഈ കോട്ടയ്ക്കകം എന്നുള്ളത് ആൾക്കാർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ആലോചിച്ചപ്പം കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടുള്ള എന്നാൽ യൂണീക്ക് ആയിട്ടുള്ള ഒരു പേര് വേണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കോട്ടയ്ക്കകത്തിന്റെ ഒരു 2-3 വാക്കും തോമസ് എന്നുള്ളതിന്റെ ടോമും എസ് അപ്പുറത്തും കൊടുത്ത് അങ്ങനെ ടോം സ്കോട്ടായിട്ട് ഫിക്സ് ചെയ്തു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അതായത് സാറിന്റെ ഇത് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ചെറുപ്പത്തില് സിനിമയോട് വരണമെന്നോ സിനിമയിലേക്ക് ആകണമെന്നോ ഒന്നും യാതൊരു താല്പര്യമില്ലായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അധ്യാപകനാകുക എന്നായിരുന്നു സാറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സാർ എനിക്ക് തോന്നുന്നു പക്ഷെ 2 സ്കൂളിലെങ്ങാണ്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും സിനിമയിലേക്ക് എത്തി. അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഓക്കെ നമുക്ക് ഒരു നടനായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ സിനിമയ്ക്ക്, എന്തുകൊണ്ടാണ് സിനിമ നിർമ്മിച്ചുകൊണ്ട് സിനിമയിലേക്ക് എത്തിയത്? ആ സിനിമയ്ക്ക് തന്നെ ദേശീയ അവാർഡ് അല്ലെ, ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എവിടെ വെച്ചാണ് നമുക്ക് സിനിമയോടുള്ള ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ ഒരാള് സിനിമയിലേക്ക് വരണമെന്ന് സിനിമ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ സിനിമയിൽ എത്തും. നമ്മളായിട്ട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സംഗതിയല്ല. അപ്രതീക്ഷിതമായിട്ട് ആണ് ശരിക്കും അങ്ങനെ ഒരു സിനിമ സംഭവിക്കുന്നത്. നിർമ്മാണം എന്ന് പറയുന്ന ഒരു സംരംഭം സംഭവിക്കുന്നത് അങ്ങനെയാണ്. അതല്ല സാറേ, സാറ് വളരെ കണക്ക് കൂട്ടി തന്നെ സിനിമയിലേക്ക് വന്ന ആളാന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ഫസ്റ്റില് തന്നെ ഒരു പടത്തിന് അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോ കേന്ദ്രത്തിലൊക്കെ പിടിപാടൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തും നമ്മള് കണക്ക് കൂട്ടിയിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ചെയ്യുന്നതിന്. ഈ ലാലേട്ടൻ പറയുന്നത്, ലാലേട്ടനായിട്ട് അടുപ്പമുണ്ടോ? കാരണം ലാലേട്ടൻ ഇത് തന്നെയാണ് പറയുന്നത്, നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയല്ല, നല്ല സിനിമകൾ സംഭവിക്കുകയാണ്. നല്ല സിനിമകൾ മാത്രമല്ല, ജീവിതത്തിലും എല്ലാം സംഭവിക്കുന്നത് ഓർഗാനിക് ആയിട്ട് സംഭവിക്കുമ്പോഴാണ് അത് മനോഹരമാവെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു കഥ അതിന്റെ സംവിധായകൻ സിദ്ധാർത്ഥ് എഴുതി വെച്ചിരുന്നു. വർഷങ്ങൾ കൊണ്ട് എഴുതി റിഫൈൻ ചെയ്ത് കൊണ്ടുവന്നൊരു സാധനം 7-8 വർഷം കൊണ്ട് എഴുതി വെച്ചൊരു കഥയാണ്. അത് സംവിധായകന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയും കൂടെയാണ്. അതുകൊണ്ട് അതിലൊരു ലൈഫ്, ഒരു എന്താ പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് കാണുന്ന സിനിമകളിൽ ഒരു ലൈഫ് ഉണ്ടാകുമ്പോൾ അത് കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യും, അവരുടെ ജീവിതമായിട്ട്, പ്രേക്ഷകരുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു വളരെ പച്ചയായ ജീവിത കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു അത്. അതുകൊണ്ട് അതിൽ അഭിനയിച്ച ആളുകൾ നന്നായിട്ട് അഭിനയിച്ചു. പച്ചയായ ആളുകളുടെ കഥ പറയുമ്പോഴും പച്ചയായ പ്രൊഡ്യൂസർ തന്നെ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുമുണ്ട്. അല്ല, ആ ഒരു ഇതെങ്ങനെയാണോന്ന് ഞാനും അതിനകത്ത് അഭിനയിക്കാം എന്നുള്ളൊരു, അങ്ങനെ നമ്മൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും അഭിനയിക്കാൻ വേണ്ടിയാണോ സിനിമ പ്രൊഡ്യൂസർ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. വളരെ യാദൃശ്യമായിട്ടാണ്. ആക്ച്വലി ഇത് ഈ സിനിമ
ഞാനല്ല ആദ്യം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് വേറൊരു സിദ്ധാർത്ഥന്റെ തന്നെ വേറൊരു ഫ്രണ്ടാണ് ആക്ച്വലി. പക്ഷെ ആൾക്ക് ആ സമയത്ത് ചൈനയിലെ മറ്റോ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ആൾക്ക് വരാൻ പറ്റാതിരുന്നത് കൊണ്ട് വേറൊരു പ്രൊഡ്യൂസറെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ അത് അന്വേഷിക്കാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയാണ് ബജറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ബജറ്റ് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് നമ്മളിങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ എന്ന് എന്റെ വൈഫ് ചോദിക്കുന്നു. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. കാരണം ഈ സാധാരണ ഭാര്യമാര് പറയും സിനിമയിലേക്ക് പോകരുത്, ഇറങ്ങരുത്, കാശി പോയി ഭർത്താവ് കൈവിട്ടു പോകും ഇല്ലേ, സാറേലെ കേട്ടിട്ടില്ലേ? അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇക്കാര്യത്തില് ആള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആളുടെ ഒരു ആളാണ് ആക്ച്വലി അങ്ങനെ ഒരു തോട്ട് എനിക്ക് തരുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ സാറ്? പറയാം. അല്ല, കറക്റ്റായിട്ട് പ്രേമുണ്ടായിരുന്നു ഒബ്വിയസ്ലി. അല്ല, ഞാൻ ഇത്രയും സപ്പോർട്ടുകളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വരണമല്ലോ. ശരിക്കും അതൊരു നല്ലൊരു അനുഗ്രഹമാണ്. കാരണം പ്രേമിച്ച് കിട്ടിയത് കൊണ്ട് മാത്രം ഒരിക്കലും സപ്പോർട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് സിനിമ. അപ്പം ഞാൻ പറഞ്ഞതൊരു പ്ലാൻ ചെയ്ത് കാശ് വെച്ചിട്ട് ചെയ്തൊരു പ്രൊജക്ട് ഒന്നും അല്ല. പലരിൽ നിന്നും കടം വാങ്ങിച്ചും അങ്ങനെയൊക്കെയാണ് ആ സിനിമ ചെയ്തത്. ഞാൻ ഭയങ്കര ഒരു ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ട് ഒരാൾ ആയിരുന്ന സമയത്തല്ല ഞാൻ സിനിമ ചെയ്തത്. ശരിക്കും പറഞ്ഞ മറ്റേ ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് സാറൊക്കെ പറയുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നാട്ടുകാർ കാണുന്നു കറക്റ്റ്. അതുകൊണ്ട് സാറ് സത്യം പറയത്തുള്ളൂ. ഭയങ്കര ട്രാൻസ്പെറന്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അതിനകത്ത് നമുക്കൊരു പേടിയില്ല. സാറേ, അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷം സുരാജ് ഏട്ടനായിട്ടാണെന്ന് തോന്നുന്നു. ജനഗണമന എന്ന സിനിമയിലാണ്. എനിക്ക് സാറിനോട് ഇന്റർവ്യൂ എനിക്കൊരു ഭാഗ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുരാജ് ഏട്ടന്റെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലല്ല, മഴവിൽ മനോരമയുടെ ഒരു ടെലിഫിലിമില്, അവരുടെ ആദ്യത്തെ ടെലിഫിലിമില് ഞാൻ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. സാർ ഇങ്ങനെ അടുത്തിരിക്കുന്നുണ്ട്. എന്താണ് സുരാജ് ഏട്ടനായിട്ട് അഭിനയിച്ചപ്പോഴത്തേക്കിനും? സുരാജേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എടുത്തു വെക്കാൻ പറ്റിയ ഏറ്റവും ടോപ്പ് നടന്മാരിൽ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം, അഭിനയം കൊണ്ട് തന്നെ. മാത്രമല്ല, ഓരോ വർഷം കഴിയും തോറും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്ന രീതിയിൽ. അപ്പൊ എങ്ങനെയാണ് സാറ് ആ ഒരു എക്സ്പീരിയൻസ്, ആ വേഷത്തിലേക്ക് എത്താനുള്ള കാരണം? ഡെഫിനറ്റ്ലി ഇതിലായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എന്നെ സംബന്ധിച്ച് എന്റെ ഏറ്റവും കരിയറിൽ ഒരു കരിയർ ബ്രേക്ക് തന്ന, അല്ലെങ്കിൽ കരിയറിലൊരു മൈൽ സ്റ്റോൺ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ജനഗണമന. ഞാൻ എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് അറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ അത്രയും വലിയ ക്യാരക്ടറാണെന്ന്. ഞാൻ ചെയ്ത സിനിമകളെല്ലാം അങ്ങനെയാണ്. നമുക്ക് എന്നോട് ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ചെല്ലുന്നത്. സാറായിട്ട് സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിലായി സാറിന് ഒന്നിനെയും പേടിയില്ല. എത്ര വലിയ കാര്യത്തെ സാർ സിമ്പിളായിട്ട് കാണുന്നൊരു ഇതാന്ന് തോന്നുന്നു. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അതിനെ ആ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളതാണ്. നമ്മൾ ടെൻഷൻ എടുത്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ക്യാരക്ടർ കിട്ടിയപ്പോ സാറിന് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി. അത് ഞാൻ പറഞ്ഞ നമുക്കറിയില്ല അതെങ്ങനെയാണ്. നമ്മുടെ ഒരു ക്യാരക്ടറൈസേഷൻ നമ്മുടെ അടുത്ത് പറയുന്നു, ആ സിറ്റുവേഷൻസ് നമ്മുടെ അടുത്ത് പറയുന്നു, നമുക്കത് കൺസീവ് ചെയ്യാൻ പറ്റുന്നത് പോലെ. നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അത് ഡെലിവർ ചെയ്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടവര് ഓക്കെ, ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയാ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്കും അറിയുന്നത്. നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പം അത് അതുപോലെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഡെലിവർ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ ഫിസിക്കലി ചിലപ്പം ചില മാറ്റങ്ങൾ വേണമെന്ന് പറയുന്നത് നമ്മൾ അതുപോലെ നമ്മുടെ ഫിസിക്കിനെ ഒന്ന് മോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പം ചെയ്ത ക്യാരക്ടറുകൾ എടുത്ത് നോക്കി അറിയാം. എല്ലാത്തിലും ഒരു പോലീസ് ക്യാരക്ടറുകൾ എനിക്ക് 4-5 എണ്ണം ഞാൻ ചെയ്തു. അതുകൊണ്ടായിരിക്കും സാറിന് ആ പോലീസ് ക്യാരക്ടർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതല്ലേ? തീർച്ചയായും നമുക്ക് കിട്ടുന്നൊരു ക്യാരക്ടർ അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും ആലോചിക്കാറില്ല. ഇപ്പം തമിഴ് സിനിമ ചെയ്തതായാലും തെലുങ്ക് സിനിമ ചെയ്തതായാലും ഒക്കെ. ഇപ്പൊ തെലുങ്ക് സിനിമയ്ക്ക് എന്നെ വിളിക്കുമ്പം ഒരു തെലുങ്കിന് ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുമ്പം എനിക്ക് തെലുങ്കിലെ ഒരു വാക്ക് പോലും അറിയാൻ മേല എന്നുള്ളതൊന്നും എന്റെ മനസ്സിലേക്ക് പോകുന്നില്ല. എനിക്കൊരു ക്യാരക്ടർ കിട്ടി ഞാനത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. 10-21 ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് പോയത് 10-40 ദിവസം ഉണ്ടായിരുന്നു. അതില് കംപ്ലീറ്റ് ഹൈദരാബാദ് RFC രാമോജിറ ഫിലിം സിറ്റിയിലും അല്ലാതെ വേറൊരു ഫിലിം ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഒന്നും അറിയാൻ മേലാതെ നമ്മൾ ചെല്ലുമ്പോഴും നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ അവിടെ ബിൽഡ് ചെയ്യേണ്ടത്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കേണ്ടതും അതിന്റെ മൂഡ് വർക്ക്ഔട്ട് ചെയ്യുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത് എപ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെതായ ഒരു വർക്ക് ഒരു എന്താ ഇനിഷ്യേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പം പ്രത്യേകിച്ച് സിനിമയാകുമ്പോൾ വേറൊരു ക്യാരക്ടറായിട്ട് മാറുന്നൊരു സംഗതിയാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ഹാർഡ് വർക്കും ഹോം വർക്കും ഒക്കെ ഉണ്ട്. ഒബ്വിയസ്ലി ചെയ്ത്
അതിന്റെ ഡയറക്ടർ നല്ലതാണെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞു അത് ബാക്കിയുള്ളവർ കണ്ടവരും ഒക്കെ റിവ്യൂ കണ്ടവരും ഒക്കെ ക്യാരക്ടറിനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസംബർ 27 അത് റിലീസാണ്. അപ്പം അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിലെ ഹീറോ ആരാണ് സാർ? അതിലെ ഹീറോ ഒരു പുതിയ ഒരാളാണ്. പക്ഷെ അവിടുത്തെ ടെലിവിഷൻ സീരിയൽ ഇതില് നിൽക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പൊ ഇത്രയും പടങ്ങളിൽ ഇത്രയും സംഭവമൊക്കെ ചെയ്തിട്ട് ഈ പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പൊ സാറിന്റെ ഓഫീസാണല്ലോ ഇത്. ഇവിടെ തന്നെ എങ്ങനെയാണ് സാറിന്റെ അടുത്ത പടത്തെ പറ്റിയൊക്കെ ചോദിക്കും? പറയുന്ന ആൾക്കാർ ഇപ്പൊ നമുക്ക് എന്നെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഡെഫിനറ്റ്ലി അടുത്ത ഏതാ പുതിയ വരുന്നൊക്കെ ചോദിക്കാറുണ്ട്. പുറത്തു പോകുമ്പോ എനിക്ക് അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാർ, കാരണം സാറിന് പലയിടത്തും പല മുഖമാണ്. അങ്ങനെ റിയൽ ലൈഫിലല്ല, അപ്പിയറൻസിൽ ഡെഫിനറ്റ്ലി ഓരോ പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഈ താടി ബോഡി പോലും സാർ അങ്ങനെ മാറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നമ്മൾ ഓരോ ക്യാരക്ടറിനനുസരിച്ച് നമ്മള് വെയിറ്റ് പുട്ട് ഓൺ ചെയ്യും, ചിലപ്പം ഷട്ട് ഡൗൺ ചെയ്യും. അത് ഓരോ ക്യാരക്ടറിനനുസരിച്ച് നമ്മൾ മാറ്റും. നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ആ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് തന്നെ തോന്നും, അവര് പറയണമെന്നില്ല. നമ്മൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ കുറെ പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തും. പിന്നെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത പോലീസ് ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ ഒരു 5-6 പോലീസ് ക്യാരക്ടറുകൾ ചെയ്തു. ഒന്നിലും ഒരു ക്യാരക്ടർ തന്നെയാണ് അപ്പുറത്തെന്ന് ഒരാളും പറയില്ല. അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്തൊരു സിനിമയുടെ പോലീസ് ക്യാരക്ടർ ചെയ്ത അതേ സിനിമയുടെ തന്നെ ക്രൂ, അതിലൊരു മ്യൂസിക് ഡയറക്ടറാണ് എന്റെ തന്നെ ആ ഡയറക്ടർ തന്നെ വേറൊരു സിനിമ ചെയ്തത്, റീസെന്റ് റിലീസ് ചെയ്തത്. അപ്പൊ മ്യൂസിക് ഡയറക്ടറോട് ചോദിച്ചെന്ന് പറഞ്ഞു ആ സിനിമയിലുള്ള പോലീസുകാരൻ ഇതിനകത്തില്ലേ എന്ന് ചോദിച്ചെന്ന്. അപ്പൊ അതിനകത്ത് ഞാൻ പോലീസുകാരൻ ഇതിനകത്ത് താടിയൊക്കെ വെച്ചിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. സോ ആ സിനിമയിൽ മ്യൂസിക് ഡയറക്ട് ചെയ്ത ആൾക്ക് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവണക്ക് അപ്പിയറൻസിൽ മാറ്റം ഉണ്ടായി. പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ ഈ ആൾക്കാരെ. അത് ഒബ്വിയസ്ലി നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ഉള്ളത് കൊണ്ട് വിളിച്ചു ചെല്ലുമ്പോൾ അറിയാം ഇന്ന ആളാണെന്ന് അറിയാം. ബേസ് ഫീച്ചേഴ്സ് ഒന്നും മാറുന്നില്ലല്ലോ, ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതൊക്കെ തന്നെയാണല്ലോ. സാർ ഈ സിനിമയിലേക്ക് ഇപ്പം ഒരു നിർമ്മാതാവായിട്ട് തന്നെ വന്നു, അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തു. ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മലയാള സിനിമയിൽ ഏത് നിർമ്മാതാവിനെയാണ്? അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ സാറിന്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ആളുണ്ട്, മണി ചേട്ടനാണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ആളെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആളിപ്പോ ഇല്ല, ആള് മരിച്ചുപോയി. ഒരു സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടറാണ് അതിന്റെ ക്യാപ്റ്റൻ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതൊക്കെ. പക്ഷെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളില്ലെങ്കിൽ ആ സിനിമയില്ല. ആരും ആയിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ആ സിനിമയ്ക്ക് ഫണ്ട് മുടക്കാൻ അല്ലെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട് കൊണ്ടാണ് ആ സിനിമ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അയാളായിരിക്കും അതിനകത്തൊരു സെൻസിബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആവണം. അയാൾ ഞാൻ ഈ പറഞ്ഞ ആള് അങ്ങനെ സെൻസിബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ആളെ സംബന്ധിച്ച് ആളുടേതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ആൾക്ക് അത് കേൾക്കുമായിരുന്നു, അത് ഇൻവോൾവ് ആകുമായിരുന്നു. ത്രൂ ഔട്ട് അങ്ങനെയാണ് ഞാനും. ഇപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴും ഞാൻ പ്രൊജക്ടുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോഴും ആദ്യം ആ സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ അടക്കം നമ്മൾ ഉണ്ടാവും. കഥകൾ പലപ്പോഴും ആർട്ടിസ്റ്റുകളോട് നമ്മൾ കഥ നരേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കും, അവരുടെ ക്യാരക്ടറൈസേഷൻ പറയുന്നത് നമ്മളായിരിക്കും. അപ്പൊ അത്തരത്തില് ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും ഇൻവോൾവ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് കേട്ടത് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ ആള് ചെയ്ത 4 സിനിമകളും എനിക്കൊന്ന് ഫ്ലോപ്പായിരുന്നു. അടുത്ത ലാസ്റ്റ് ചെയ്ത സിനിമ എന്ന് പറയുന്നത് കൊണ്ടുവന്ന കഥയല്ല ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് പകുതിക്ക് അത് അബാൻഡൻ, അതായത് ഷൂട്ട് കഴിഞ്ഞിട്ട് അത് വേണ്ടാന്ന് വെച്ചു. എത്രയോ കോടി രൂപയാണ് നഷ്ടം എന്ന് ആലോചിക്കണം. അപ്പം അത്തരത്തിൽ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ അതിന്റെ ത്രൂ ഔട്ട് പ്രോസസ്സിൽ അതിനകത്ത് ഇൻവോൾവ് ആകാത്തതുകൊണ്ടാണ്. അപ്പം ഇതും ഒരു ബിസിനസ് കൂടിയാണ്. സിനിമ ഒരു കലാപരമായ ഒരു സൃഷ്ടിയാണ് എന്ന് പറയുമ്പോഴും ഇതൊരു ബിസിനസ് ആണെന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവണം. അപ്പോഴാണ് കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാവും. ഒരു അധ്യാപകൻ ആയിരുന്നത് കൊണ്ട് ഞാൻ ഒരു കുട്ടി എന്ന രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു നിർമ്മാതാവിനെ സംവിധായകനും നടനും വേണ്ട രീതിയിൽ അവർക്ക് ബഹുമാനം കൊടുക്കുന്നില്ല എന്നൊരു ചിന്ത സാറിനുണ്ടോ?
അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറഞ്ഞത്. സാധാരണഗതിയിൽ പണ്ട് പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയിരുന്നൊരു ബഹുമാനമുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോഴത്തേക്ക് അവര് ആർട്ടിസ്റ്റുകൾ പോലും അവരെ എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യുമായിരുന്നു കേട്ടിട്ടുണ്ട്. റെസ്പെക്ട് അവര് പറഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങത്തുള്ളൂ. റെസ്പെക്ട് എന്ന് പറയുന്നത് ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയാണെന്ന് പറയുമ്പോൾ തമിഴ് സിനിമകളിലൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു റെസ്പെക്ട് ആൾക്കാർ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മലയാളത്തിലും കൊടുക്കുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. പക്ഷെ ബേസിക്കലി ഈ റെസ്പെക്ട് എന്ന് പറയുന്നത് അയാൾ പൈസ മുടക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാളെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി അയാൾ ആണല്ലോ ഇതിന്റെ ഒരു എന്താ പറയാ, ഈ ഒരു പ്രോജക്റ്റിന്റെ ഇനിഷ്യേഷൻ എടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ. സാർ, ഈ പഴയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പ്രേം നസീറിനെ പോലെ ഒരു സ്റ്റാറിനെ ഇന്ന് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു നടനായിരുന്നു പറഞ്ഞു കേട്ടുള്ള അറിവിൽ വെച്ച് പ്രേം നസീർ. കാരണം ഒരു പടം പരാജയപ്പെട്ടാലും അദ്ദേഹത്തിന് അടുത്ത പടം കൂടെ കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് ചെയ്യുമായിരുന്നു. വളരെ കറക്റ്റ് സമയത്ത് വരിക, പോകുക ഒക്കെ. ഒരു പ്രൊഡ്യൂസർക്ക് ഒരു ശല്യം ഉണ്ടാക്കാത്ത ഒരു നടനായിരുന്നു പ്രേം നസീർ. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ പല താരങ്ങളും പ്രേം നസീർ എന്ന കലാകാരനെ കണ്ടുപഠിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല പ്രൊഡ്യൂസേഴ്സും ഒരു സിനിമ തോറ്റുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് തിയേറ്ററിൽ നന്നായിട്ട് വന്നില്ലെങ്കിൽ, ആളുകളെ സ്വീകരിച്ചില്ലെങ്കിൽ, ഡെഫിനറ്റ്ലി ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ വരുമാനത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്പത്തിന്റെയോ ഒരു ചെറിയ പോർഷൻ എടുത്ത് വെച്ച് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊരു സിനിമ ലോസ് ആയാലൊന്നും അവർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നെ പോലെയുള്ള സിനിമയെ സ്നേഹിച്ച് കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടാവണം എന്ന് വിചാരിച്ച് വരുന്ന ആളുകൾക്ക് അത് തിയേറ്ററിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പക്ഷെ സർവൈവ് ചെയ്യാൻ തന്നെ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകളെ എങ്കിലും, പണമുള്ള ആൾക്കാരെ അങ്ങനെ സഹായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഡിസ്ക്രിപ്ഷനാണ് തീർച്ചയായിട്ടും. പിന്നെ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്. ആ ജനറേഷൻ ഗ്യാപ്പിൽ ആളുകളുടെ ചിന്തകളും ആളുകളുടെ കമ്മിറ്റ്മെന്റ്സും ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും നിങ്ങൾ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മുടെ ഒരു അഭിപ്രായമാണ്. കാരണം ഒരാള് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കി അയാൾ പിന്നീട് ദരിദ്രനായി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിൽ നിന്ന് ഒരാളെ ചിലപ്പോൾ കരകയറ്റാൻ പറ്റും, അയാളുടെ ഫാമിലിയെ മുഴുവൻ കരകയറ്റാൻ പറ്റും ഒരു ആർട്ടിസ്റ്റ് വിചാരിച്ചാൽ. അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സാറ് ശരിക്കും നമ്മളിപ്പോ ഇവിടെ വന്നത് തന്നെ സാറ് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാല് ഒരു പടം ചെയ്തു, എനിക്ക് തോന്നുന്നു രണ്ടാമതൊരു ഫിലിം എന്തോ പ്ലാൻ ചെയ്തിരുന്നു. അതിനകത്ത് വലിയ ക്രോ ആർട്ടിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആക്ച്വലി സിനിമ ഒരു ഹിസ് നെയിം ഈസ് ജോൺ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. നടന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. അത് ജോൺസൺ മാസ്റ്ററുടെ മകള് ഷാൻ ജോൺസൺ മ്യൂസിക് ചെയ്ത ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു. അറിയാലോ, സിനിമയാണ്. പല പല കാരണങ്ങൾ കൊണ്ട്, പല ടെക്നിക്കൽ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അബാൻഡൻ ചെയ്യേണ്ടി വന്നു. കുറച്ച് പൈസ കൂടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 4-5 പാട്ടുകളോളം നമ്മൾ റെക്കോർഡ് ചെയ്യിച്ചു. ONV ആയിരുന്നു അത് എഴുതിയത്. ജോൺസൺ മാഷ്ക്ക് വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയ ഒരു 4 വരി കൈരളി TV ഒരു പ്രോഗ്രാമിന് എഴുതി സ്പോട്ടിൽ ജോൺസൺ മാഷ് മ്യൂസിക് ചെയ്തൊരു ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമ്മൾ കൈരളിന്ന് അതിന്റെ പെർമിഷനൊക്കെ എടുത്തിട്ട് നമ്മൾ അതിന്റെ ബാക്കി അത് അപ്പന് വേണ്ടി എഴുതി നിർത്തിയിടത്തുനിന്ന് മകൾക്ക് വേണ്ടി എഴുതി തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഒരു ന്യൂസ് ഒക്കെ വന്നിരുന്നു. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. ആഴ്ചകളുടെ വ്യത്യാസത്തിൽ അവർ രണ്ടുപേരും ഇവിടുന്ന് പോവുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു പ്രൊജക്ട് നടക്കാതെ പോയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ഡോക്യുമെന്ററി ഞാനും അതിന്റെ ഡയറക്ടറൂടെ പ്രൊഡ്യൂസ് ചെയ്തു. സാറാ താഹ തൗഫീഖ് എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. അത് ഇന്ത്യൻ എംബസി ഹോസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമിൽ ഇസ്രയേലിൽ നമ്മൾ കൊണ്ടുവന്ന് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി അത് കാണിച്ചു. അതുപോലെ സെൻസറിങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫിലിം ഫെസ്റ്റിവലിലേക്കൊക്കെ അയക്കാനുള്ള പരിപാടികൾ നോക്കുകയാണ് ഇപ്പം. അപ്പൊ എന്റെ സംശയം അറിയാം, അപ്പൊ സാറ് ചെയ്തിട്ടുള്ളപ്പോ പോലീസ് ഓഫീസർ ആണെങ്കിൽ പോലും ചെയ്ത കഥാപാത്രങ്ങളായാലും എടുക്കുന്ന സിനിമകളാണെങ്കിലും എല്ലാം വളരെ പഠിച്ചും വളരെ ടാലന്റ് കൂടെയാണ് സാറ് ചെയ്യുന്നത്. അത്രയും ടാലന്റും കഴിവുള്ള സാറ് എന്തുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പോൾ അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി ഒരു അവാർഡ് കിട്ടിയ ഒരു പ്രൊഡ്യൂസർക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരെ കിട്ടുക എന്നുള്ളത്, പിന്നെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, പിന്നെ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, പിന്നീട് അന്യഭാഷകളിൽ പോയിട്ട്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സാറ് ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടാണ്. അതൊക്കെ നമ്മൾ ഒത്തിരി എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സാറ് പിന്നെ സാറിന്റെ ജീവിതം ജോലിക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്ത് ഇപ്പൊ സാറ് എനിക്ക് തോന്നുന്നു അധികം പടങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്? അല്ല, നമുക്കിപ്പോ എനിക്കൊരു 10 പ്രോജക്റ്റുകൾ ഇപ്പം ഈ ഇന്ന് മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 പ്രോജക്റ്റുകൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. അതിൽ സിനിമകളുണ്ട്, വെബ് സീരീസുകളുണ്ട്,
അതിൽ തമിഴും തെലുങ്കും മലയാളവും ഒക്കെ ഉണ്ട്. ഈ ജോലി കൂടെ കൊണ്ടുവന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. സാറിന് ഈ ഇത് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ഞാൻ ഈ വൃത്തിയിൽ നിന്ന് ഒരിക്കലും വിജയിക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങ് പോകാം എന്നുള്ളത് കൊണ്ടാണോ? അല്ലല്ല, എന്നെ സംബന്ധിച്ച് എന്റെ കരിയറിന്റെ പീക്ക് പോയിന്റിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വർഷം ആളുടെ ഒരു 1-2 വർഷത്തിനുള്ളിൽ 10 സിനിമകൾ ഇറങ്ങുക എന്ന് പറയുന്നതൊന്നും ഒരിക്കലും എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ നടന്നിട്ടില്ല. അപ്പൊ എന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ടും ഞാനിപ്പോ ഒരു ജോലി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ വന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ കമ്പനിയുടെ പേര് ഹാഷ്കോഡ് മാനേജ്മെന്റ് LLP എന്നാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം ആണ്. ഇത് കേരളത്തിലെ ലീഡിംഗ് ക്രിപ്റ്റോ കറൻസിയുടെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കമ്പനിയാണ്. ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അറിയാം നമുക്ക്. എനിക്ക് തോന്നുന്നത് കേൾക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയത്തെ കാലത്ത് ഒരു നെക്സ്റ്റ് ജനറേഷൻ കറൻസി എന്ന് പറയുന്നത്, കറൻസിയുടെ സംഭവം ആദ്യം എനിക്ക് തോന്നുന്നു വേൾഡിലെ ഒരു സ്ത്രീ അവതരിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം വലിയ പ്രശ്നമൊക്കെ ആയിട്ടുള്ള ഒരു അല്ല, ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ പലരും ഈ പറഞ്ഞ എന്താ പറയുന്ന നെറ്റ്വർക്കിലും ഒക്കെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ഒക്കെ നടക്കുന്ന കുറെ പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ അത് കസ്റ്റമേഴ്സ് ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള അവർ വന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അവർക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് കൊടുക്കുന്നു, അതിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇത് നമുക്കിപ്പം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ അവരുടെ പേരിൽ നമുക്ക് 5 പ്ലാറ്റ്ഫോംസ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. അതിൽ അവർ പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവരുടെ അക്കൗണ്ടിൽ പണം ഇട്ടിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ട്രേഡ് ചെയ്യും. അതിന്റെ പ്രോഫിറ്റ് അവരാണ് നമുക്ക് തരുന്നത്. ഇത് മറ്റേ തകർന്നു പോകാൻ താല്പര്യമില്ലാത്ത ഒരു പ്രൊഡ്യൂസറിന്റെ വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ്. കാരണം ജോലിയും സിനിമാ സ്വപ്നങ്ങളും ഒന്നിച്ചു പോവുക, അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രൊഡ്യൂസർമാർക്കും സിനിമയിലേക്ക് വരാൻ, പ്രൊഡ്യൂസർ മാത്രമല്ല സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നടന്മാരായാലും എല്ലാവർക്കും അതൊരു വലിയൊരു പാഠം തന്നെയാണ്. നമുക്ക് എപ്പോഴും നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എപ്പോഴും വേറൊരു സ്ഥലത്ത് സിനിമ കൂടാതെ നമുക്കൊരു സമ്പാദ്യം ഉണ്ടാകണം എന്നുള്ളത് ഏറ്റവും വലിയൊരു സംഭവമാണ്. അത് ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും, അതായത് ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ 10 വർഷത്തോളം സിനിമ മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞാണ് നമ്മൾ നിന്നത്. പക്ഷെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ, ഇനിയത്തെ കാലത്ത് ആളുകൾ നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 3.6 ട്രില്യണേ ആയിട്ടുള്ളൂ. ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കടൽ പോലെ നമ്മുടെ മുമ്പിൽ കിടക്കാണ്. സോ അപ്പം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് ആളുകൾ പഠിക്കുന്നു എന്ന് പറയുന്നതാണ്, അവരെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് നമ്മൾ ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് സംഗതികളിലേക്ക് നമ്മൾ ഇപ്പോഴും ആളുകളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇപ്പം ലേണിംഗ് ആണ്, ആൾക്കാർ ലേണിംഗ് കേർവിലാണുള്ളത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് താല്പര്യമുള്ളവർ, അവർക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നു വരുന്നു. നമ്മൾ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി ബേസ്ഡ് ആണ് ക്രിപ്റ്റോ റൺ ചെയ്യുന്നത്, അതിന്റെ ട്രേഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. കേരളത്തിൽ എത്ര പേർക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് അറിയാം? അറിയില്ല. അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഇനിയത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ്. അതായത് ലോകരാജ്യങ്ങൾ മുഴുവൻ, ഇപ്പം എനിക്ക് UAE അവരുടെ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റം ആയിക്കോട്ടെ, ഹെൽത്ത് സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു വലിയ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, കടല് പോലെ കിടക്കുന്ന. ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇത് നിരോധിക്കണം എന്നൊക്കെ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ചു, സുപ്രീം കോടതി അതിന്റെ ബാൻ ലിഫ്റ്റ് ചെയ്തു. ഇപ്പം ആക്ച്വലി ഗവൺമെന്റ് ഇപ്പം നമുക്ക് ഇന്ത്യൻ റുപ്പി കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അതിനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇന്ത്യയിലും വളരെ സൂൺ ഇതും ഓൾറെഡി ലീഗലാണ്. അതായത് നമ്മളത് ടാക്സബിൾ ആക്കുക എന്നൊക്കെ പറയുന്ന കുറെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തും പുതിയതായിട്ട് വരുമ്പം പൊതുവെ നമ്മൾ ഒരു വിമുഖത കാണിക്കും, ഇത് പഠിക്കാൻ വിമുഖത കാണിക്കും. ഇപ്പൊ AI ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് AI വന്നു. പക്ഷെ നമുക്കിവിടെ ഒരു 1-2 വർഷമേ ആയിട്ടുള്ളൂ AI ഒക്കെ ആൾക്കാർക്ക് പോപ്പുലർ ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ട്. ആൾക്കാരെ സാധാരണക്കാർ AI ആപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പൊ ഓരോന്നും പുതിയത് വരുന്നു, ആളുകൾ പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവനത് പഠിച്ചു, എന്നാ പിന്നെ ഞാനും പഠിക്കാം, അല്ലെങ്കിൽ എനിക്ക് അറിയണം എന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ എൻ്റെ
ഒരു അധ്യാപകൻ, എന്നെ പ്രീ ഡിഗ്രി പഠിപ്പിച്ച അധ്യാപകൻ്റെ അടുത്ത് ഞാനൊരു ഇനോഗ്രേഷന് പോയ സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചതിനെ കുറിച്ച്. സാർ എനിക്ക് കഴിഞ്ഞ ദിവസം വോയിസ് മെസ്സേജ് അയച്ചു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഏതൊക്കെ രാജ്യങ്ങളിലാണിത് ട്രാൻസാക്ഷൻ ഉള്ളത്, എന്താണ് ഇതിൻ്റെ ഒരു വെയർ അബൌട്ട്സ്, ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണെന്നൊക്കെ പറഞ്ഞ് അറിയണം എന്ന് പറഞ്ഞിട്ട് ആള് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 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 എന്താ പറയുക കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ആളുകൾ ഡിജിറ്റൽ അസറ്റ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കാരണം ബാങ്ക് എന്ന് പറയുന്നത് ഇനിയത്തെ കാലത്ത് എത്ര നാളും ഈ ബാങ്കിങ് സിസ്റ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം ഡെഫിനറ്റ്ലി ഇത് കാണുന്നവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ എനിക്കൊന്ന് ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് എന്നെക്കുറിച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു ഇൻഫർമേഷൻ, ഇത് ചിലപ്പോൾ കാണുന്നവർ വിചാരിക്കും നമ്മൾക്ക് കമ്പനിയുടെ പ്രൊമോഷൻസ് ഒന്നുമല്ല. കാരണം എൻ്റെ അടുത്ത് വന്ന സ്ഥിതിക്ക് ഞാനിത് പറയണം. കാരണം അടുത്ത ഒരു 2 വർഷത്തേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളിത് അക്രോസ് കേരള നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഈസിലി വന്ന് സംസാരിക്കാനും, ഇവിടെ വരുന്ന ആൾക്കാർ നമ്മളെപ്പോഴും ഓൾവേസ് ഈ ഓഫീസ് ഓപ്പൺ ആണ്. എപ്പോൾ വന്നാലും നമ്മൾ കൃത്യമായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും. ട്രാൻസാക്ഷൻ ആയാലും അതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വരാം, അല്ലാത്തവർക്ക് ഈ പറഞ്ഞ ഇത് പഠിക്കാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്ന് പഠിക്കാം, ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് പഠിക്കാം, ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് പഠിക്കാം. ആൾക്കാർ ഡിജിറ്റൽ അസറ്റ്സിലേക്ക് പോകുന്ന ഒരു കാലമാണ്. ഇപ്പം ഡിജിറ്റൽ അസറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാം. സാറ് ഇപ്പം ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ സാറിന്റെ ഈ സ്ഥാപനം ഇപ്പം എവിടെയാണ്? നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റിലാണ്. നമ്മുടെ ഹെഡ് ഓഫീസ് വൈറ്റിലാണ്. നമുക്കിപ്പം മഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിലെ ഓഫീസ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനിയൊരു ഈ സ്ഥാപനമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെഫിനറ്റ്ലി നമ്മുടെ വെബ്സൈറ്റ്സ്, ഫോൺ നമ്പറുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാം. മെയിൽ ഐ ഡി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ കൂടെ ഇവര് അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കാം. ഡെഫിനറ്റ്ലി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. നമ്മുടെ ഓഫീസിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ നമ്മൾ സി കേരളം സ്റ്റുഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിലാണ്, ജോമർ സിംഫണിയിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. സാറിൻ്റെ അടുക്ക വരികയും ചെയ്യാം, ഇത് പഠിക്കുകയും ചെയ്യാം, നേരെ സി കേരളത്തിന്റെ ഓഫീസിൽ പോയിട്ട് ചാൻസ് ചോദിക്കുകയും ചെയ്യാം. സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇത് സിനിമാക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഏതെങ്കിലും സിനിമയുടെ തൊട്ടടുത്തായിട്ട് വന്നിരിക്കും. പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഒത്തിരി രഹസ്യങ്ങളൊന്നും പറയണ്ട, പക്ഷെ കുറച്ചെങ്കിലും ഞങ്ങൾക്കൊന്ന് ചൂണ്ടിത്തരണം. അതായത് ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫറിന്റെ 2ാം ഭാഗം എമ്പുരാൻ. അത് പറഞ്ഞ തന്നെ